اتل ما اوحي اليك من الكتاب واقم الصلاة ان الصلاة تنهى عن الفحشاء والمنكر ولذكر الله اكبر والله يعلم ما تصنعون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്. മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ലോക ചരിത്രത്തിൽ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകൻ്റെ വചനം തന്നെയുണ്ട്, ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് മകാരിമുൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളാണ് അവനിൽ ഉണ്ടാവേണ്ടത്. ആ സ്വഭാവങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട മാതൃകാധന്യമായ ജീവിതമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരെയും പിൽക്കാലത്തുള്ള എല്ലാ മാനവ സമൂഹത്തെയും സദാചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സദാചാര ബോധം അവരിൽ ഉണ്ടാക്കുക എന്നതാണ് പ്രവാചക തിരുമേനി ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ആ സവിശേഷതയാണ് ലോക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പോലും പ്രവാചകനെയും അനുയായികളെയും മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട ആളുകളെയുമെല്ലാം അവരുടെ മാതൃക പിൻപറ്റണമെന്ന് പറയുവാൻ, അതാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സ്വഭാവവും ഭരണ സംവിധാനവും എന്ന് പറയുവാൻ പല ആളുകളെയും അതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത് ആ പ്രവാചക തിരുമേനി വളർത്തിയെടുത്തിട്ടുള്ള ആ സമൂഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അങ്ങനെയുള്ള സദാചാര ബോധവും ഉത്കൃഷ്ടമായ ജീവിതവും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധപൂർവമായിട്ടുള്ള അറിവിലൂടെ കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതമല്ല, ഇങ്ങനെ നടന്നു പോകുന്ന, നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ പോകുന്ന ഒരു യാന്ത്രികതയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിത ദർശനമല്ല ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത് എന്നതാണ്. അതിലാദ്യമായി അള്ളാഹുവിനെ അറിയുക എന്ന കാര്യമാണ് മുസ്ലിങ്ങൾക്ക് നിർവഹിക്കാനുള്ള, വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. തൗഹീദ് എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസമാണ് അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അത് മനുഷ്യരിൽ രൂഢമൂലമാക്കുകയും മനുഷ്യൻ്റെ വിശ്വാസത്തിലും തദനുസൃതമായ പ്രവർത്തനങ്ങളിലും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. പ്രവാചകന്മാരായിട്ടുള്ള ആളുകളുടെ മാതൃക നാം മനസ്സിലാക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാർ നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പ്രവർത്തനങ്ങളും അവരുടെ മാതൃകയുമാണ് പിൽക്കാലത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അവലംബിക്കേണ്ടത്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃകാ പുരുഷനെന്ന് പറയുന്നത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായി നിലകൊള്ളണം. അപ്പോൾ ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും മാതൃകയായി നിലകൊള്ളുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിൻ്റെ കാരണമുണ്ട്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് മാതൃകയായിരുന്നു. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും, അവരെല്ലാം മാതൃകാധന്യമായ ജീവിതം
കാണിച്ചു കൊടുക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതപ്രബോധനം എന്ന് പറയുന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകനെ സംബന്ധിച്ച് പറയുകയാണ്, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. എല്ലാ ദൂതന്മാർക്കും നാം പ്രബോധന ദൗത്യമായി ഏൽപ്പിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും അവരെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറണമെന്നതാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മ റസൂല. എല്ലാ സമുദായത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅ്ബുദുല്ലാ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കണം എന്ന സവിശേഷമായിട്ടുള്ള നിർദ്ദേശമാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മുള്ളുമുരട് മൂർഖൻ പാമ്പ് മുതൽ എന്ന് നമ്മൾ പറയാറുണ്ട്. കല്ല് കരട് കാഞ്ഞിരക്കുറ്റി വരെയുള്ള സകലതിനെയും ആരാധിക്കുകയും പൂജിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, ഒരു സമുദായത്തിൽ, ഒരു രാജ്യത്ത് അതെല്ലാം കൈയൊഴിച്ചുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം അംഗീകരിക്കുന്ന, ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന, ആ സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, അവൻ്റെ മുമ്പിൽ മാത്രം പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായി മുസ്ലിം സമുദായം പരിവർത്തിപ്പിക്കണമെന്നാണ്, മുസ്ലിം സമുദായത്തെ പരിവർത്തിപ്പിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഫഅലം, നിങ്ങളെല്ലാവരും അറിയണമെന്നാണ്. ഒരാൾ മുസ്ലിമാണെങ്കിൽ, അവൻ കുട്ടിയാണെങ്കിലും യുവാവാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനുമാണ്, എല്ലാവരും ഫഅലം, നമ്മളെല്ലാം വ്യക്തമായി അറിയണം. യാന്ത്രികമായിട്ടുള്ള അറിവല്ല, കൃത്യമായിട്ടുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടാകണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നുള്ള സന്ദേശം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവായി, ഒരു യഖീനായിട്ടുള്ള വിശ്വാസമായി നമ്മളിൽ ഉണ്ടാകണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 47-ാം അധ്യായം 19-ാമത്തെ വചനം. ഇതാണ് തൗഹീദിന്റെ വചനമായി നമ്മൾ പറയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി മാറുക എന്നതാണ്. കാരണം ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം പോലെ, അത് പ്രഖ്യാപിക്കണം. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന 2 സാക്ഷ്യവചനങ്ങൾ പറയണം, പ്രഖ്യാപിക്കണം. എന്നാൽ മാത്രമേ മുസ്ലിം ആകൂ. നമ്മളങ്ങനെ പ്രഖ്യാപിക്കാതെ തന്നെ മുസ്ലിമായിട്ടുള്ള ആളുകളാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആ പ്രഖ്യാപനത്തിൻ്റെ ബാക്കി പത്രം ഉണ്ടാകണമെന്നതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് 2 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രഖ്യാപനമായി, അതൊരു ദൗത്യമായി ഏറ്റെടുക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നതാണ്. അങ്ങനെയുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ രണ്ടാമത് വരുന്നൊരു കാര്യം കർമ്മങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്, അഅ്മാലു സാലിഹാത്തുകളാണ്. അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നാമതായി ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമതായി അത് പ്രായോഗികമാക്കുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മസിദ്ധമായിട്ടുള്ള കാര്യമാണെന്നാണ്. സ്വാഭാവികമായി പ്രകൃതിയിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ബോധം നമുക്കുണ്ടാകുമെന്നാണ്. സാധാരണ കഴിഞ്ഞു പോയിട്ടുള്ള തലമുറകളിലെ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്, അവരെപ്പറ്റി പറയാറുണ്ട്. അവരൊക്കെ ഈ വിശ്വാസത്തിലായിരുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെഡിക്കൽ ഷാപ്പിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ആദിവാസി കടന്നു വരുന്നു. അദ്ദേഹം ചികിത്സ ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. വലിയ പാവപ്പെട്ട ആളാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നു ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എങ്കിൽ കാശ് നിങ്ങൾ പിന്നെ തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുകയെങ്കിൽ കാശ് തരാമെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ ഒരു പാവപ്പെട്ട ആദിവാസിയായിട്ടുള്ള മനുഷ്യൻ പറയുന്നത് അത് ഉടേ തമ്പുരാൻ കേൾക്കുമെന്നാണ്. അതുകൊണ്ട് എനിക്ക് കാശില്ല. ആ ഒരു ബോധമാണ് ഈ ഡോക്ടർ നിരീശ്വരവാദിയായിരുന്നു, യുക്തിവാദിയായിരുന്നു, ഭൗതികവാദിയായിരുന്നു. അങ്ങനെയുള്ള ഡോക്ടറെ ഇരുത്തി ചിന്തിപ്പിച്ചത് ഈ ഒരു പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായ ആദിവാസിയുടെ ഈ ഒരു ബോധമാണ്. ഉടേ തമ്പുരാൻ കാണുമെന്നുള്ള ഒരു വിശ്വാസമാണ് വലിയ വലിയ ആളുകളെപ്പോലും ദൈവവിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാൻ പ്രേരകമായിട്ടുള്ളത് എന്നതാണ്. അദ്ദേഹത്തെപ്പറ്റി മറ്റൊരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം നോവലുകൾ എഴുതുന്ന ആളായിരുന്നു, നാടകം എഴുതുന്ന ആളായിരുന്നു. ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിലമ്പൂരിലായിരുന്നു താമസം. അദ്ദേഹം നോവലുകളും കഥകളൊക്കെ എഴുതുമ്പോൾ ഒരു കഥാപാത്രം അവസാനം ആത്മഹത്യയിൽ എത്തിച്ചേർന്നു.
ആത്മഹത്യയിൽ എത്തിച്ചേർന്ന കഥാപാത്രത്തെ പറ്റി അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ചിന്തിക്കുന്നു. അങ്ങനെയാണ് മതത്തെപ്പറ്റി ആത്മഹത്യക്ക് ശേഷം ഭാവി ജീവിതം എന്താണ് എന്ന് അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്നില്ല. അവിടെയാണ് അദ്ദേഹം ഒരു മരണാനന്തര ജീവിതത്തെപ്പറ്റി അന്വേഷിക്കുന്നത്. ആ അന്വേഷണമാണ് ഇസ്ലാമിന് വേണ്ടി കേരളക്കരയിൽ നവോത്ഥാന സംരംഭങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ടുള്ള പ്രബോധന കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള ജന്മസിദ്ധമായിട്ടുള്ള ഒരാശയമാണ്. അതാണ് ആ ഒരു വിശ്വാസമാണ് സദാചാര ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ സദാചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്നതാണ്. ആ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ ഒരു ദൈവവിശ്വാസമാണ്. ഉത്തമ സ്വഭാവം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെന്നതാണ്. അതെല്ലാം അതൊരു ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയുമാക്കി മാറുന്ന രീതി ഉണ്ടാകണമെന്നതാണ്. ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, ആ ഗ്രന്ഥത്തിൽ നിന്നും നിനക്ക് നാം വഹി നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ അവർക്ക് വായിച്ചു കൊടുക്കുക, ഓതിക്കൊടുക്കുക. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? വാഖിമുസ്സലാത്ത്, ഒന്നാമതായി നമസ്കാരം നിലനിർത്തണമെന്നാണ് പറയുന്നത്. എന്നിട്ട് നമസ്കാരത്തെ പറ്റി പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഈ നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ എല്ലാ ദുർവൃത്തികളിൽ നിന്നും എല്ലാ അധർമ്മങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു എന്നതാണ്. അപ്പോൾ അതാണ് നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അവരിൽ തെറ്റുകൾ ഉണ്ടാവുകയില്ല എന്നാണ്, കുറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ്, അനാവശ്യമായിട്ടുള്ള സംസാരം ഉണ്ടാവുകയില്ല എന്നാണ്. അതാണ് നമസ്കാരം എന്ന് പറയുന്നത്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകളാണ് നമസ്കാരം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ഓർമ്മകളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെയുള്ള നമസ്കാരം നിർവഹിക്കുന്നവരിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും മാലിന്യങ്ങളും ഉണ്ടാവുകയില്ല എന്നാണ്. ആ രൂപത്തിലാണ് ഇസ്ലാം നിർമ്മലമായിട്ടുള്ള മനസ്സായിരിക്കും പിന്നെ അവർക്കുണ്ടാവുന്നത്. പ്രാർത്ഥനയാണല്ലോ നമസ്കാരത്തിൽ മുഖ്യമായിട്ടുള്ള കാര്യം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ എന്നിട്ട് പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായിട്ടുള്ള വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, വഴിപേക്ഷവരുടെ മാർഗത്തിലുമല്ല, അങ്ങനെ യഥാർത്ഥ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമെന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായുള്ള പ്രതിജ്ഞകളാണ് നമസ്കാരത്തിൽ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ എൻ്റെ രക്ഷിതാവിൻ്റെ നേർക്ക് ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഹനീഫൻ, യാതൊരു വക്രതയുമില്ലാത്ത രൂപത്തിലാണ് ഞാൻ തിരിച്ചിട്ടുള്ളത്. വളരെ വളവും തിരിവുമുള്ള മാർഗം എനിക്കറിയില്ല എന്നാണ്, കൃത്യമായിട്ടുള്ള മാർഗം. കാപട്യം എനിക്കറിയില്ല, വഞ്ചനയുമൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ശരിയായിട്ടുള്ള ദിശയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാനൊരിക്കലും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. പിന്നീട് പറയുന്നു ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരവും ആരാധനകളും ബലികർമ്മവുമെല്ലാം സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകും. ഈ പ്രതിജ്ഞയാണ് നമസ്കാരം. അത് നമ്മൾ വ്യക്തമായി നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്നവരായി മാറണമെന്നതാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഒരു വിനയമാണ്, ഒരു താഴ്മ കാണിക്കും. മറ്റുള്ളവരോട് ഒന്നും നമ്മൾ വിദ്വേഷം വെച്ചു പുലർത്തുകയില്ല, മറ്റുള്ളവരെ നമ്മൾ വെറുക്കുകയില്ല. എല്ലാവരോടും സ്നേഹവും സൗമനസ്യവും വിട്ടുവീഴ്ചയും കാരുണ്യവും നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ വിനയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമെന്നതാണ്. അപ്പോൾ നമസ്കാരത്തിലൂടെ, ഈ ഒരു പ്രാർത്ഥനയിലൂടെ, പ്രതിജ്ഞയിലൂടെ വിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ആ ഒരു നിർമ്മലമായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകും, ഒരു കാപട്യവുമില്ലാത്ത മനസ്സ് നമുക്കുണ്ടാകുമെന്നാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹ്ദികും, പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. യഗ്തസിൽ മിൻഹു കുല്ല യൗമിൻ 5 മറ, ഒരാൾ തൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഒഴുകിപ്പോകുന്ന നദിയിൽ നിന്ന് അല്ലെ കുളത്തിൽ നിന്ന് ഒരു 5 നേരം കൃത്യമായി കുളിക്കുന്നു. നമ്മൾ ഒരു നേരം സാധാരണ കുളിക്കാറുള്ളത്, എന്നാൽ ഒരു മനുഷ്യൻ 5 നേരം കുളിക്കുന്നു. ഹൽ യബ്ഖാ മിൻ ദർനിഹി ഷൈഅൻ, എന്തെങ്കിലും ഒരു അഴുക്ക് അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമോ എന്നാണ് പ്രവാചകന്റെ ചോദ്യമാണ്. അപ്പോൾ സഹാബികൾ ഒന്നായി പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദർനിഹി, ഒരു അഴുക്കും ഉണ്ടാവില്ല. ഒരു നേരം നല്ലോണം കുളിച്ചാൽ തന്നെ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ 5 നേരം കുളിച്ചാൽ ഒരു വൃത്തികൾ ഉണ്ടാവുകയില്ല. കാല, അപ്പോൾ പ്രവാചകന്റെ മറുപടിയുണ്ട്, ഫദാലിക മസലുസ് സലവാത്തുൽ ഖംസ്, ഇങ്ങനെയാണ് 5 നേരം നമസ്കരിക്കുന്നവന്റെ ഉദാഹരണം. അപ്പോൾ 5 നേരം നമസ്കരിച്ചാൽ എങ്ങനെയാണ് അവൻ മാറുന്നത്? ഒരു
പിന്നെ കുളത്തിൽ നിന്ന് 5 നേരം നല്ല സോപ്പൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയാകുന്ന മനുഷ്യനിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടാകുമോ? അത് അഴുക്കുകൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പ്. അതേ രൂപത്തിലാണ് 5 നേരം കൃത്യമായി, അതും ജമാഅത്തായി, അതും വളരെ ഭംഗിയായി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസിയിൽ ഒരഴുക്കും അവശേഷിക്കുകയില്ല. മാത്രമല്ല യംഹുല്ലാഹു ബിഹിന്നൽ ഹത്തായ, എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അതെല്ലാം തന്നെ അവൻ്റെ ഈ ഒരു ആരാധനാ കർമ്മത്തിൻ്റെ ഗാംഭീര്യം മുഖേന, ഈ ഒരു നമസ്കാരത്തിൻ്റെ മഹത്വം അവൻ്റെ ജീവിതത്തെ മാറ്റി പണിയുന്നത് മുഖേന അവൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു മായിച്ചു കളയുകയും അവനെ ഏറ്റവും ഉത്കൃഷ്ടനായ മാതൃക ധന്യനായ വ്യക്തിയായി, മനുഷ്യനായി അവനെ അല്ലാഹു പരിവർത്തിപ്പിക്കുമെന്നാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിയോഗിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, വേദക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത്, അവർക്ക് ഷഹാദത്ത് കലിമ പഠിപ്പിച്ചു കൊടുക്കണം, പിന്നെ നമസ്കാരത്തെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കണം, പിന്നെ സക്കാത്തിന്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല നമസ്കാരം സ്വീകാര്യോഗ്യമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ സ്വഭാവങ്ങൾ പ്രവാചകൻ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഖാലല്ലാഹു തആല, അല്ലാഹു തന്നെ പറയുകയാണ്, ഇന്നമാ അതഖബ്ബലുസ്സലാത്ത്, ഞാൻ നമസ്കാരം സ്വീകരിക്കും. അല്ലാഹു പറയുകയാണ്, ഞാൻ നമസ്കാരം സ്വീകരിക്കും. മിമ്മൻ തവാല ബിഹാ ലിഅളമതി, എൻ്റെ മുന്നിൽ ഒരാൾ നമസ്കരിക്കുന്നു, വളരെ വിനയത്തോടു കൂടിയാണ്, ഒരഹങ്കാരവുമില്ല, മറ്റുള്ളവരോടൊരു വിദ്വേഷവുമില്ല, ഉറപ്പുമില്ല, അങ്ങനെ വളരെ വിനയത്തോടു കൂടിയാണ് ഒരാൾ വന്ന് നമസ്കരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. രണ്ടാമത് പറയുന്നത്, സൃഷ്ടികളായിട്ടുള്ള മറ്റുള്ള ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് മാനിക്കും, അവരോടൊക്കെ വളരെ മര്യാദയോടുകൂടി പെരുമാറും. അങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരമാണ് സ്വീകരിക്കുക. മൂന്നാമതായി പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധിക്കരിച്ച് ഒഴിവാക്കി, ഇതൊന്നും വേണ്ട, പള്ളിയും മദ്രസയും ഇസ്ലാമും മതങ്ങളും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ധിക്കാരത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നവരുണ്ട്, അവരുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്നിങ്ങനെ പോയി കണ്ടുപോകുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. നാലാമത് പറയുന്നത്, രാപ്പകൽ ഇങ്ങനെ എല്ലാ സമയത്തും നേരത്തെ ആയത്തിൽ പറഞ്ഞ രൂപത്തിൽ വലദിക്റുല്ലാഹി അക്ബർ, എന്നെപ്പറ്റിയുള്ള ദിക്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ രാവും പകലുമെല്ലാം അല്ലാഹുവിനെ ഓർക്കുന്ന, ഇസ്ലാമികമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷാ നിർഭരമായി ജീവിക്കുന്ന ആളുകൾ, അവരുടെ കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കും. റഹിമൽ മിസ്കീൻ, മിസ്കീൻ അനാഥകളും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളോട് കാരുണ്യം കാണിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കും. വഴിയാത്രക്കാരനോട് പെരുമാറുന്ന, നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ, വിധവകളോട് പെരുമാറുന്നവൻ, കഷ്ടപ്പെടുന്നവരോട് കാരുണ്യം കാണിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരമാണ് അല്ലാഹു സ്വീകരിക്കുക. അതേ രൂപത്തിൽ സക്കാത്തിനെ പറ്റിയും പറയുന്നുണ്ട്. ജനങ്ങളെ മനസ്സിൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ വിത്ത് പാകാൻ സക്കാത്ത് സമ്പ്രദായം നമുക്ക് സാധിക്കുമെന്നതാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, ആളുകളിൽ സക്കാത്ത് സ്വീകരിക്കണം. എന്നാൽ അതവരെ തുതഹിറുഹും വതുസക്കി, അവരുടെ മനസ്സും ശരീരവുമെല്ലാം വൃത്തിയാക്കാനും പരിശുദ്ധമാക്കാനും സംസ്കരിക്കുവാനും അത് മുഖേന നമുക്ക് സാധിക്കും. പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങളെ ചിട്ടയായി ക്രമമായി നിർവഹിച്ചുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്ന എല്ലാ നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് വളർന്നു വരുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർക്കുകയാണ്. ഇന്നലെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ദിനമായിരുന്നു. ജൂൺ 19 വായനാ ദിനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ജൂൺ 19 ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ്റെ, കെ.എൻ. പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ധന്യമായിട്ടുള്ള ജീവിതം ഈ ഒരു വായനയുടെ ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. കേരള ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ ഇവിടെ ലൈബ്രറി ഉണ്ടല്ലോ, അതിനൊക്കെ അടിത്തറ പാകിയിട്ടുള്ള ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് വായിച്ചു വളരുക എന്നതാണ്, ചിന്തിച്ച് പ്രബുദ്ധരാകുക. അപ്പോൾ ആളുകളൊക്കെ പഴയ കാലത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്കറിയാം, ചിന്തിക്കുകയും അങ്ങനെയൊന്നുമില്ല, പാരമ്പര്യമായി കുറേ കാര്യങ്ങൾ ചെയ്തു പോരുന്ന, അതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളോടൊക്കെ വായിച്ചു വളരാനും ചിന്തിക്കണമെന്നും ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ ഈ ഒരു വായനാദിനമായി നമ്മൾ ആചരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇത് മുഖേന ചെയ്യാൻ സാധിക്കുമെന്നതാണ്. നമ്മൾ ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിക്കണം, ആ പുസ്തകങ്ങൾ വായിച്ചാൽ അതിൻ്റെയൊക്കെ കുറിപ്പുകളൊക്കെ തയ്യാറാക്കാൻ കുട്ടികൾ പഠിക്കണം.
ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കുക പുസ്തകങ്ങൾ വായിച്ചാൽ. അതേ രൂപത്തിൽ നമ്മളെ ഒരു ചെറിയ മാഗസിനുകളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ ചെറിയ കഥകളും കവിതകളും അതേ രൂപത്തിലുള്ള ജീവചരിത്രങ്ങളും ഒക്കെ എഴുതാനുള്ള ഒരു ബോധ്യം, ആ ഒരു പഠനം നമ്മുടെ കുട്ടികളൊക്കെ സ്വായത്തമാക്കണം. അതേ രൂപത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്കൂളിലും മദ്രസയിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല കുട്ടികളായി വളരാനുള്ള, അവരെ സാംസ്കാരികമായി ഉയർത്താനുള്ള, പുസ്തകത്തിൻ്റെ വായനയിലൂടെ അവരെ ഏറ്റവും നന്നാക്കിയെടുക്കാനുള്ള. ഇപ്പം മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയണം, നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ഇംഗ്ലീഷ് നന്നായിട്ട് ടോക്ക് ചെയ്യാൻ അറിയണം, അതും അറിയില്ല. അതേ രൂപത്തിൽ എല്ലാ ഭാഷകളും, ഹിന്ദിയും അതൊക്കെ നന്നായി സംസാരിക്കാനും എഴുതാനും സാധിക്കുന്ന വിധത്തിൽ നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് വലിയ ജോലി സാധ്യതകളാണുള്ളത്. വായനയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്തിയ പരിഗണനയാണ് അതിന് നൽകുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കണമെന്നാണ് അള്ളാഹു ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലൂടെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്നത്. ഈ വായനയിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഹലാലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ ഹറാമുകളിലേക്ക് നീങ്ങുകയല്ല, ഹറാമിൽ നിന്ന് നമ്മളെ മനസ്സിനെയും ശരീരത്തെയും മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതേ രൂപത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം, നല്ല ചേഞ്ച് ഉണ്ടാകണം വായനയിലൂടെ. അപ്പോൾ നല്ലൊരു മനുഷ്യനായി നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതമുണ്ടല്ലോ, അവിടെയും ഈ വായന നമുക്ക് ഉപകാരപ്പെടും. ദാമ്പത്യ ജീവിതത്തിലെ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ, വൈവാഹിക ജീവിതത്തെ പറ്റിയൊക്കെ യുവാക്കളും ചെറുപ്പക്കാരുമൊക്കെ പഠിക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങളിലൂടെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ദൈവവിശ്വാസത്തിൻ്റെ മഹത്വം നമ്മുടെ കുട്ടികളെയൊക്കെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടിപ്പിലൂടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. വഖുൽ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ ഇത് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നുള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖുൽ ഉൻദുറൂ മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ എന്തൊക്കെയാണ് എന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ഇന്നിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയാൽ, കാത് തുറന്ന് നോക്കിയാൽ അതിൻ്റെ മഹത്വവും ഗാംഭീര്യവും അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടി ജാലങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങളും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുമെന്നതാണ്. എന്നാൽ വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, എന്നാൽ മനുഷ്യന്മാർ ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഒരു ലഹുവൽ ഹദീസ്, നമ്മുടെ സംസാരത്തിലൊക്കെ കളിയും തമാശയുമായി മാത്രം ഇതിനെ കാണുന്നവരുണ്ട്, അതിനെ വിലക്ക് വാങ്ങുന്നവരുണ്ട്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളാണ്, ഒരു അറിവുമില്ലാതെ. അതൊക്കെ വയത്തഹിദഹ ഹുസുവൻ, അതൊക്കെ ഒരു തമാശയായി കാണുന്നവരാണ്. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്കാണ് വേദനിപ്പിക്കുന്ന ശിക്ഷയുള്ളത്. വഇദാ തുത്ലാ അലൈഹി ആയാത്തുന, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരോ വല്ലാ മുസ്തക്ബിർ, അഹങ്കാരത്തോടു കൂടി പിന്തിരിഞ്ഞു പോകുമെന്നാണ്. അങ്ങനെ നമ്മൾ പോകാൻ പാടില്ല എന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ കാന, അവരൊന്നും കേൾക്കാത്ത രൂപത്തിലാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കാന ലം യസ്മൽഹ, ഒന്നും കേൾക്കാത്ത രൂപത്തിൽ അങ്ങ് പിന്തിരിഞ്ഞു പോകും. കാനഫി ഉദനൈഹു, അവരുടെ ചെവിയിലെന്തോ ഒരു വക്കറ് എന്തെങ്കിലും അള്ളാഹു ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാണ്. അങ്ങനെ ഒന്നും കേൾക്കാത്ത രൂപത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നതാണ്. അവർക്ക് ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, ഒരു പരിഹാസ രൂപത്തിൽ അള്ളാഹു പറയുന്നു, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കടുത്ത ശിക്ഷയാണ് അവർക്കുണ്ടാവുക എന്ന്. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദർജാത്തിൻ, അള്ളാഹു വിശ്വാസികൾക്ക് ഉയർത്തിക്കൊണ്ടുവരും. വല്ലദീന, അറിവുള്ള ആളുകളുടെ പദവികൾ അള്ളാഹു ഉയർത്തുമെന്നാണ്. എല്ലാ രൂപത്തിലുള്ള, അപ്പോൾ നല്ല ഒരു ഡോക്ടറായാൽ അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയരും, ഒരു എഞ്ചിനീയർ ആയാൽ, അതേ രൂപത്തിൽ നല്ല ഗവൺമെൻറ് ജോലി കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറിയാൽ, മതപണ്ഡിതന്മാരായി മാറിയാൽ, അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും അവരുടെ പദവികൾ അള്ളാഹു ഉയർത്തുമെന്ന്. ഫവല്ലാഹി, അള്ളാഹുവാണ് സത്യം. ലിയൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുബ്രി, ഇതുകൊണ്ടൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഈ ഒരു ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക്, ഈ സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ, അതാണ് ഈ ലോകത്തേക്കാൾ, ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ 100 ഒട്ടകത്തേക്കാൾ നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളത്, ശ്രേഷ്ഠതരമായിട്ടുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള ആശയങ്ങളിലൂടെയും ആദർശങ്ങളിലൂടെയും വിശ്വാസത്തിലൂടെയും അറിവിലൂടെയും അതിശക്തമായി മുന്നോട്ട് പോകാനുള്ള സമയവും സമ്പത്തും എല്ലാം ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ.
നമുക്കിടെ രോഗികളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ രൂപത്തിൽ നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലും അങ്ങനെയുള്ള മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേ രൂപത്തിൽ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ കുഫ്ര വൽ കാഫിരീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر دينك وكتابك وسنة نبيك وعبادك المؤمنين يا رب العالمين. اللهم احفظنا من كل بلاء في الدنيا وعذاب في الآخرة برحمتك يا أرحم الراحمين. اللهم احفظنا من كل بلاء في الدنيا وعذاب في الآخرة برحمتك يا أرحم الراحمين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين يا رب العالمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا